ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് വട്ടവട പോവാണ്. ഞങ്ങൾ മൂന്നാർ സ്റ്റേ ആയിരുന്നു. അവിടെ ഞങ്ങൾ വട്ടവട പോവാണ്. ഞാനും ഉമ്മയും മാച്ചിങ് ഒക്കെ ഇട്ടാണ്. നല്ല വെയിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് മുഖം കുറച്ച് സമയത്ത് വെളുത്തിരുന്നു. അതുപോട്ടെ ഞങ്ങൾ മാച്ചിങ് ഒക്കെ ഇട്ട് അവിടെ ഫ്രണ്ടിൽ എല്ലാവരും മാച്ചിങ് ആണ്. നമുക്ക് മാച്ചിങ് ഒക്കെ അവിടെ പോയിട്ട് കാണാം. പിന്നെ ബാക്കി അവിടുത്തെ വിശേഷങ്ങളും. 5 കിലോമീറ്റർ നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഞങ്ങൾ വട്ടവടയിലോട്ടാണ് പോകുന്നത്. 5 കിലോമീറ്റർ നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 8 കിലോമീറ്റർ യാത്രയുണ്ട്. അല്ല 5 കിലോമീറ്റർ നല്ല തിക് ഫോറസ്റ്റ് ആണ്. ഗായ്സ്, നമ്മൾ കാണുന്ന കാട്ടുപോത്തിനെയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ്. നോക്കൂ, 2 സൈഡിലും നിറച്ച് കാട്ടുപോത്താണ് നിൽക്കുന്നത്. കാരണം ഒരു പുൽമേട് പ്രദേശമാണ്. ഇവിടെ കണ്ടോ, ഇഷ്ടം പോലെ കാട്ടുപോത്താണ് നിൽക്കുന്നത്. അത് കണ്ട എന്റെ അമ്മയാണ് കേട്ടോ തെറ്റിയിരിക്കേണ്ടത്. നോക്കൂ, നല്ല നമ്മള് വട്ടവട എൻട്രൻസിന്റെ അവിടോട്ടാണ് വരുന്നത്. അവിടെ സ്റ്റേയും എലിഫന്റ് റൈഡും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് ഫുൾ പുൽമേടും നല്ല മഞ്ഞും ഒക്കെ അടിപൊളിയാണ്. നല്ല നല്ല മഞ്ഞാണ് ഇവിടെ. നല്ല മഞ്ഞും പുൽമേടും ഒക്കെയാണ് മെയിൻ. അങ്ങനെ ഞങ്ങൾ പോകുന്നത് വട്ടവടയുള്ള ഒരു സ്ട്രോബെറി ഫാം കാണാനാണ്. വട്ടവടയിൽ ഒരുപാട് സ്ട്രോബെറി ഫാംസും ഫ്രൂട്ട്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു സ്ട്രോബെറി ഫാമിലാണ് കയറിയത്. നല്ല പഴുത്ത സ്ട്രോബെറിയും പിന്നെ എന്താണ് വൈനും ജാമും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൂടാതെ ഒരുപാട് ഹണി പ്രോഡക്ട്സും ഉണ്ട്. ലൈക്ക് തേന്, ബീ വാക്സ്, പിന്നെ കാന്താരി തേന്, വെളുത്തുള്ളി തേന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. കണ്ട സ്ട്രോബെറിയൊക്കെ നല്ല പഴുത്ത സ്ട്രോബെറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല പഴുത്ത സ്ട്രോബെറി ജ്യൂസ്, ജാം, തേന, ബീ വാക്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ അവിടുത്തെ റെഡ് ഫ്ലവർ ഉള്ള നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ഒരു തൈ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മൂന്നാറിലോട്ട് യാത്രയായി. അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാൽവരി മൗണ്ട് ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇനി. ഞങ്ങളൊരു 7:30 ഒക്കെ ആയപ്പോഴാണ് വട്ടവട പോയത്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരിടത്ത് നിർത്തി. അവിടെ നല്ല ഭംഗിയായിരുന്നു. തേയിലത്തോട്ടമൊക്കെ ആയിട്ട് ഞാൻ അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും അങ്ങനെ ഒരുപാട് വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. നല്ല ഭംഗിയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രെഡ് ഓംലെറ്റും മാഗിയും മേടിച്ചു. മൂന്നാർ പോകുമ്പോൾ അവിടുത്തെ മെയിൻ ഐറ്റമാണ് ഈ പറയുന്ന ബ്രെഡ് ഓംലെറ്റും മാഗിയും. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാൽവരി ഹിൽസിലോട്ട് പോവുകയാണ്. നല്ല ഭംഗിയാണ് തേയിലത്തോട്ടം ഒക്കെ ആയിട്ട്. ഞങ്ങൾ അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു പോകുന്ന വഴിക്ക്. ആ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് മാത്രമല്ല, ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ അടിമാലി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ അറൗണ്ട് 5:36 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാൽവരി ഹിൽസിലെത്തി.
That's സോ ഞങ്ങൾ താമസിക്കുന്നത് ഈ കാൽവറി മൗണ്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സെറീൻ എന്നൊരു പ്രോപ്പർട്ടിയിലാണ്. നല്ല കിടിലം സ്റ്റേ ആയിരുന്നു. സോ ഈവനിങ് ഞങ്ങൾ ഓംലെറ്റും ബീഫ് റോസ്റ്റും ബ്രെഡും ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങൾ ബീഫ് റോസ്റ്റ് മേടിച്ചത്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബീഫ് റോസ്റ്റ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബ്ലോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം.